എവിടെ ക്ലാരിഫിക്കേഷൻ വീഡിയോ എവിടെ മുക്കി ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ക്ലാരിഫിക്കേഷൻ വീഡിയോ മുക്കിയതിനെ കുറിച്ചും ആൾക്കാർ പറയുന്നത് കറക്റ്റ് എവിടെ എവിടെ I love criticisms, that's what makes me grow. എന്താ 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 വെളി പറഞ്ഞേ ആണോ അല്ല ഞാൻ എഴുതി തന്നെയാണ് പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല ഇതെന്റെ വേറൊരു മോഡിൽ ഞാൻ എഴുതിയതാ കേട്ടോ സ്നേഹം നിറഞ്ഞ Comments. But does someone filter the bad ones or? Actually, there are no bad ones. Oh, Isn't that no? അയ്യോ അവിടെ ഒന്നും ഒരിക്കലും ഒരു ബാഡ് കമൻസ് പോലും ഇല്ല. ഈസ് ഇറ്റ് ദാറ്റ് നോർമൽ? അത് നോർമൽ അല്ലേ? അയ്യോ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും എന്നെ ഇഷ്ടപ്പെടുന്നു. അയ്യോ അത് ശരിയല്ലേ? എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത് whatever, but and I know for myself, so if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ വേറെ കുറേ ആൾക്കാർ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ മേജർ രവിയൊക്കെ വന്നിരുന്നു പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നിരുന്നിട്ട് ആ കുട്ടി ജനിച്ച അന്ന് മുതൽ ഞാൻ കാണുന്നത് എന്തുവാണ് ഈ അന്ന് ജനിച്ച എൻ്റെ അന്ന് ലേബർ റൂമിൻ്റെ അകത്ത് ഈ പുള്ളിക്കാരനെ കൊണ്ട് കയറ്റി. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇന്നൊരു തുടക്കമാണ്. ഒരു തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്കകത്ത് ഒരു പുത്തൻ താരോദയം, താരരാജാവിൻ്റെ പുത്രി വിസ്മയയുടെ തുടക്കമാണ്. നിലപാട് കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും വിസ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് തൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, താൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്ന വീഡിയോ മുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ശ്രീമതി പേളി മാണി. ഓക്കെ, പേളിയുടെ പാളിയ വീഡിയോ എന്തുകൊണ്ടത് മുക്കി എന്നുള്ള കാര്യം ഞാനിതിപ്പോൾ പറയുന്നത് വെച്ചാൽ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ്, നോട്ട് അവരുടെ പേഴ്സണൽ ഇതായിട്ട് കടന്നു കയറി അവരെ കുറ്റം പറയുക എന്നുള്ള പരിപാടിയേ അല്ല. എനിക്കിത് പറയണം തോന്നി, കാരണം ഞാൻ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ സ്റ്റിൽ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കി അറിയാം, ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു കോണ്ടെക്സ്റ്റിൽ അഥവാ വിദ്യാർത്ഥി പ്രതിഷേധം നടന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് വ്യക്തികൾ, അഥവാ ഈ പേളി മാണിയാണെങ്കിലും വിസ്മയാണെങ്കിലും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് നിലപാടുകൾ പറഞ്ഞു. നിലപാടുകൾ ഇപ്പം നിങ്ങൾ ഈ എന്നെ കാണുന്ന ആൾക്കാർ എന്താണ്, ഇതിനകത്ത് ആൾക്കാരുണ്ടാവും, BJP-കാരുണ്ടാവും, അതുപോലെ തന്നെ BJP-യിലെ മറ്റുള്ള സംഘപരിവാറിലെ നമ്മുടെ CPM CP അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ, അല്ല മറ്റ് ഒരുപാട് രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നെങ്കിലും ഞാനൊരു കാര്യം പറയാം, എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള അവകാശം ഈ നാട്ടിലുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും ആ രാഷ്ട്രീയത്തിൽ ഉറച്ച നിലപാടെടുത്തല്ലേ നിൽക്കുന്നത്. അതിന് നമ്മൾ മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ടോ? ചില ആൾക്കാരൊക്കെ ഉണ്ട്, ബിഗ് ബോസിൻ്റെ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ ആയിരുന്നവർ നിലപാടുകൾ ഓന്തിനെ പോലെ മാറ്റി 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 ഓരോ സമയത്ത് ഓരോന്ന് പറയുന്നതിന് സത്യത്തിനൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗീർവാണം. എനിക്ക് 20 ലക്ഷം രൂപയുടെ ബെൻസ് ഉണ്ടായിരുന്നു, ഞാനത് 10 ലക്ഷം രൂപയ്ക്ക് വിറ്റെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ ഞാൻ അതിലേക്കൊന്നും പറയുന്നത്, എനിക്ക് വേറെ സാമൂഹിക സേവനമാണ്, ജനങ്ങളെ നന്മയാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് പിൻവാതിൽ കൂടെ എനിക്ക് ബോർഡ് വേണം, എനിക്ക് പൈസ വേണം, എനിക്ക് മറ്റത് വേണം, മറിച്ച് വേണം എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ അവരെ പേരെന്നെടുത്ത് പറയുന്നത് ചിലപ്പോൾ മനസ്സിലായി കാണും. നമ്മൾ മെയിൻ ആയിട്ടുള്ള സാധനം ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പം വിസ്മയയുടെ തുടക്കം ഗംഭീരമായിരുന്നു എന്നുള്ള സംഭവം നിങ്ങൾ ആരെങ്കിലും തുടക്കം കണ്ടിട്ടുണ്ടോ? എനിക്ക് അഭിപ്രായം പറയൂ. ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ സുഹൃത്തുക്കൾ കണ്ടിട്ട് അവർ വിളിച്ച് പറഞ്ഞൊക്കെ ഗംഭീരമായ അഭിപ്രായമാണ്. നല്ലതായിട്ട് വരട്ടെ, നല്ല അലട്ടറെ മോളല്ലേ, അതങ്ങനെയല്ലേ വരൂ. സോ നമുക്ക് പോവേണ്ടത് പേളി മാണിയുടെ ചാനലിലേക്കാണ്. ഗൈസ്, ദിസ് ഈസ് പേളി മാണിയുടെ ചാനൽ. ഓക്കെ, നമുക്ക് വീഡിയോസ് എടുത്തിട്ട് നമുക്ക് ആ എക്സ്പ്ലനേഷൻ വീഡിയോ നമുക്ക് നോക്കാം. എവിടെ എവിടെ ഒരു മാസത്തിന് മുന്നേ ആര്യയുടെ വീഡിയോ, എന്നിട്ട് അതിനുശേഷമുള്ള സംഭവം ഡേ ഇൻ മൈ ലൈഫ്, എ ന്യൂ ബിഗിനിങ് ദുബായ്, എ ഡേ ഇൻസൈഡ് പേളി, ഐ ഫൈനൽ ഡിഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ട്രാവൽ എലോൺ ഹൈക്കിംഗ്, ഐ ഫൗണ്ട് സ്ലോവാക്കിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. എവിടെ എക്സ്പ്ലനേഷൻ വീഡിയോ എവിടെ? പേളി മാണിക്ക് ഓക്കെ രാഷ്ട്രീയപരമായിട്ട് സംഘപരിവാറിനോടോ ആ ആശയത്തിനോടാണ് ഇഷ്ടമെങ്കിൽ എന്താ പ്രശ്നം? ഇവിടെ ആരെങ്കിലും പേളയെ പിടിച്ചിട്ട് കടിക്കുമോ? ഒരിക്കലുമില്ല. ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല. എൻ്റെ സുഹൃത്ത് വലയത്തിൻ്റെ അകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ BJP അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കൾ. ചിന്തിക്കണം, എൻ്റെ രാഷ്ട്രീയം വേറെയാണ്, അത് ഞാൻ പറയാം. പക്ഷേ ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ അകത്ത് ഒരിക്കൽ പോലും ഈ രാഷ്ട്രീയ ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. ഇവിടെ പ്രശ്നം തരാമോ, പേളിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, അത് പബ്ലിക്കായിട്ട് പറഞ്ഞു പോയി. അതിനകത്ത് പറഞ്ഞു ഐ ലൈക്ക് സാഫ്രണോ എന്തോ കാവ്യാണ് എനിക്ക് ഇഷ്ടം എന്നുള്ള കളർ എന്നൊക്കെ പറഞ്ഞു. ബട്ട് അതിനെന്താ പ്രശ്നം? ആ രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ അത് വിമർശിക്കുന്ന ആൾക്കാർ വിമർശിക്കും, അതിനങ്ങനെ കണ്ടാൽ പോരെ. എന്നാൽ താനിട്ട വീഡിയോയ്ക്കകത്ത്
അന്ന് മറ്റേ സമരം ചെയ്ത പിള്ളേരുടെ അടുത്ത് പറഞ്ഞു നിങ്ങളെല്ലാവരും വീട്ടിൽ പോകും, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. അതായത് മറ്റേ കൊച്ചിൻ കനീപ മറ്റേ സിനിമയ്ക്കകത്ത് എഴുതിയതുപോലെ അവനെ ഞാൻ അവിടെ കിട്ടും, അവിടെ ഉണ്ടോ വന്ന് ഞാൻ റെഡിയാക്കും എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അയ്യോ ഞാൻ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്, അവനവിടെ ഉണ്ടെങ്കിൽ അവനെ വന്നിട്ട് എനിക്കൊന്ന് കാണണം, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച ടോണതല്ല. മലയാളികൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് പേളിമാണി എക്സ്പ്ലനേഷൻ വീഡിയോ കൊണ്ടുവന്ന ആ വീഡിയോ ആണ് സുഹൃത്തുക്കൾ ഇവിടെ മുക്കി വയ്ക്കുന്നത്. എങ്ങോട്ട് പോയി? പേളിമാണിയുടെ ഡൗൺ ആണ്. ചാനൽ നോക്കൂ, 4.6 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള 46 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള പേളിയുടെ ചാനലിനകത്തുള്ള നിലവിലുള്ള വീഡിയോയുടെ വ്യൂവർഷിപ്പാണ് 2 ദിവസത്തിന് മുമ്പത്തെ വീഡിയോ 34K, 34,000 വ്യൂസിലേക്ക് താഴേക്ക് വന്നു. ഒരാളുടെ താഴ്ച കണ്ടിട്ട് എന്ന് ചിരിക്കാനൊന്നും ഞാൻ ആളൊന്നുമില്ല. മാനുഷികമാനടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അവർ തരണം ചെയ്ത് മുന്നോട്ട് വരട്ടെ, എനിക്ക് ആ ഒരു സംഭവമുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, പേളിക്ക് നിലപാടില്ലാത്ത ഒരാളാണെന്ന് പറയാതിരിക്കരുത്. ഒരു നിവൃത്തിയില്ല. നിലപാടുണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിൽക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയം ഇതാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞതിനകത്ത് എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയെങ്കിൽ ഒരു മാപ്പ് ചോദിക്കാം, ഒരു ക്ഷമ പറയാം, അതവിടെ കഴിഞ്ഞു. മറിച്ച് എന്താ പറഞ്ഞത്, താനിട്ട വീഡിയോയ്ക്കകത്ത് മറ്റേ എന്താണ് അത് ഞാനിട്ട പോസ്റ്റിൻ്റെ അകത്ത്, എന്നിട്ടോ ഈ മലയാളത്തിൻ്റെ കൾട്ട് ക്ലാസിക് മൂവീസ് എടുത്തു വച്ചേക്കുന്ന സതയം പോലെ, കിരീടം പോലെ, ചെങ്കോൽ പോലെ, അതോടൊപ്പം തന്നെ നമ്മുടെ ഹിസ്സാനസ് അബ്ദുള്ള പോലെ, കമലദളം പോലെ, കമലദളം അദ്ദേഹത്തിൻ്റെ അല്ലേ, ഇങ്ങനെ ഒട്ടനവധി ക്ലാസ്, ദേവദൂതൻ, ദശരഥമൊക്കെ കണ്ടിട്ടുണ്ടോ? എൻ്റെ പൊന്നിതാ കണ്ടോ, മുടിയണീറ്റു. ആ തരത്തിലുള്ള പടങ്ങൾ എടുത്തു വെച്ചേക്കുന്ന ഒരു മഹാനായ സംവിധായകനെ ഫെയിൽഡ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വന്നിരുന്ന് പറഞ്ഞു വിടും, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അതെൻ്റെ തെറ്റാണ്, ഞാനിതിപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുന്നത്, എൻ്റെ വാക്കുകൾ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. വലിയ ലക്ഷങ്ങൾ വാങ്ങി, ലക്ഷക്കണക്കിന് രൂപ വാങ്ങി സ്വന്തം ചാനലിൽ കൂടെ പ്രൊമോഷൻ വാങ്ങുന്ന ആള്, അയാളുടെ വാക്ക് കേട്ട് ആൾക്കാർ സിനിമ കാണും മറ്റത് കാണും എന്നുള്ളതെല്ലാം അറിയാമെന്നിരിക്കെ തൻ്റെ ഒരു ഇത് സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് തള്ളുമ്പോൾ മനസ്സിലാക്കണം, പേളിക്ക് നിലപാടെന്നുള്ള സാധനം 7 അയലത്തൂടെ പോലും പോയിട്ടില്ല. തന്നെ കണ്ടുകൊണ്ടിരുന്ന വ്യൂവർഷിപ്പ് മൊത്തം എഗെയിൻസ്റ്റ് ആയപ്പോൾ മൊത്തത്തിൽ ഡ്രാമ കളിച്ചിട്ട് അവസാനം പറഞ്ഞ വാക്കുകളെല്ലാം തെറ്റിപ്പോയി. ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല. അവർക്കെല്ലാം ഹാംഫുൾ ആയെങ്കിലോ എനിക്ക് ചോദിക്കണ്ടേ, അവരടിച്ചിട്ടുള്ളതോ, അവർക്ക് എന്തെല്ലാം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി എപ്പോട്ടെ, ഞാനിപ്പോൾ സ്റ്റിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്ക് ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടാവും, അത് നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല നിങ്ങളുടെ രാഷ്ട്രീയം മഹാമോശമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ ഇഷ്ടമാണ്, വ്യക്തിപരമാണ്. അതുകൊണ്ട് പേളി മാണി എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ ചാനലിൻ്റെ ഒരു അവസ്ഥയെ നോക്കണേ. നമുക്ക് അതിൻ്റെ അകത്തുള്ള ജസ്റ്റ് കമൻറ്റ് മാത്രം ചുമ്മാ നോക്കാം. ഓക്കെ, പേളി നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് വരാറേ ഇല്ല. ഫേക്ക് അഥവാ പേളി മാണി ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും വരാറില്ല. എന്താ നെഗറ്റീവ് കമൻറ്റ്സ് എന്നുള്ള സാധനം ഒന്നും പറഞ്ഞു, അത് കാണിച്ചു തരാം. ആ വീഡിയോ ഉണ്ട് എൻ്റെ, ഞാനത് സേവ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം. അതാണ് പേളിയുടെ നിലപാട്. പേളി ഫേക്ക് ഓക്കെ, സ്റ്റേ ദെയർ, ഡോണ്ട് കം ബാക്ക്. അങ്ങ് അവിടെ തന്നെ നിന്നാൽ തിരിച്ചു വരേണ്ടെന്ന് ആൾക്കാർ പറയണം. എവിടെ ക്ലാരിഫിക്കേഷൻ വീഡിയോ, എവിടെ മുക്കി ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ക്ലാരിഫിക്കേഷൻ വീഡിയോ മുക്കിയതിനെ കുറിച്ചും ആൾക്കാർ പറയുന്നത് കറക്റ്റ്. ഷീസ് ഡിലീറ്റിംഗ് കമൻറ്റ് ഓൾസോ. തൻ്റെ കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും വരാറേ ഇല്ലെന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് മെഴുകി ഭയങ്കര ക്യൂട്ട്നെസ് വാരി ക്രിഞ്ചടിപ്പിച്ച് ഈ വന്നിരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ അവരെ സംസാരിക്കാൻ അനുവദിക്കാതെ അതിൻ്റെ ഇടയിലേക്ക് കയറി വർത്തമാനം പറഞ്ഞ പേളിയുടെ ആ ഒരു അരോചകമായ ഇൻ്റർവ്യൂസിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതൊരു ഒരു സമയത്തെങ്കിലും നമുക്കത് കുറച്ച് നല്ലതായിരുന്നെങ്കിൽ പിന്നീട് അവർ ആ ക്രിഞ്ച് സംഭവത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന് വന്ന സെലിബ്രിറ്റീസിനെ മൊത്തത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരുമാതിരി പറയുമ്പം അതിനകത്ത് സത്യം പറഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന ഇതിനെ വിമർശിക്കുന്ന കമൻറ്റുകളെ മൊത്തം കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള പേളി പറയുമായിരുന്നു, എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും വരാറില്ല. നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താ എന്നാലും ചോദിച്ചു കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ. എന്തേ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് വൈറൽ ഫീവറാണ് അതുകൊണ്ടാണ് കേട്ടോ, മാറിയിട്ടില്ല. സോറി, ഐ എം റിയലി സോറി. ഞാൻ ഈ ചുമയൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം, എങ്ങാനും വന്നു പോയെങ്കിൽ ക്ഷമിക്കണേ, കുറേ ചുമക്കുന്നുണ്ട്. ഈ മാസം എത്ര മൂവി റിലീസാണെന്ന് അറിയോ? പ്രൊമോഷനായിട്ട് 40-50 ലക്ഷം കിട്ടേണ്ടത് ആയിരുന്നു, എല്ലാം പോയില്ലേ, 40-50 ലക്ഷം രൂപ. ഓക്കെ, ഇനി ആരും ഈ ചാനലിൽ മൂവി പ്രൊമോഷൻ ചെയ്യും തോന്നുന്നില്ല. അത് ആ മൂവിക്ക് കൂടി നെഗറ്റീവ് ആകും. നെഗറ്റീവ് അബ്സല്യൂട്ട്ലി റൈറ്റ്. നിലപാടുള്ള ഒരാൾ ഇപ്പം രാഷ്ട്രീയപരമായിട്ട് ഈ പറയുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന എത്രയോ ആൾക്കാർ, അഥവാ നമ്മുടെ ഈ മറ്റ് പല രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾക്കാർ, എത്രയോ ആൾക്കാർ അവരുടെ നിലപാട് പറഞ്ഞുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന മേഖലയ്ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ പ്രവർത്തിക്കണം. ഇപ്പം പേളിക്കൊരു രാഷ്ട്രീയമുണ്ട്, എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എൻ്റെ രാഷ്ട്രീയം ഇതാണ്, എനിക്ക് കാവ്യ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കണ്ടേ? അയ്യോ ഞാൻ അങ്ങനെയൊന്നുമല്ല, അപ്പം പിന്നെ അത് ഇഷ്ടമല്ലെന്നാണോ? അപ്പം പിന്നെ ആ ആൾക്കാരെയും കൂടെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? ആ ആൾക്കാരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരോട് പിന്നെ പറയും എന്താ ആ രാഷ്ട്രീയം അത്രയ്ക്ക് മോശമാണെന്ന് ഉള്ള തോന്നലുകൊണ്ടാണോ അതിനെ തള്ളി പറയുന്നത്?
അതിനെ മാറ്റി പറയുന്നത്? അതാ പറഞ്ഞ ഒരു നിലപാട്. ഇപ്പോൾ ഒരു ഇടതുപക്ഷക്കാരനാണ് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ അവനോട് രാഷ്ട്രീയം ചോദിച്ചാൽ അവൻ ആ രാഷ്ട്രീയമാണ് ഇത് പറയും, ഉറപ്പായിട്ടും പറയും. ആ രാഷ്ട്രീയമാണ് എനിക്ക് ആ രാഷ്ട്രീയമാണ്. എൻ്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഒന്നേ അല്ല, എൻ്റെ ഒറ്റ രാഷ്ട്രീയമേ ഉള്ളൂ. എനിക്ക് വർഗീയപരമായിട്ടുള്ള മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കുന്ന തരത്തിലല്ലാത്തൊരു രാഷ്ട്രീയമാണ് എനിക്കിഷ്ടം. അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ. എന്നാലും പേളി നെഗറ്റീവ് കമൻറ്റ് ഫുൾ ഡിലീറ്റ് ആക്കിയല്ലോ. ഡിലീറ്റ് ആക്കുന്നു, കമൻറ്റ് ഡിലീറ്റ് ആക്കുന്നു, ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുന്നു. വൈ ആർ യു ഡിലീറ്റിംഗ് ഓൾ നെഗറ്റീവ് കമൻറ്റ്സ്? ഇറ്റ്സ് വെരി റെഡിക്കുലസ്. അപ്പോളജി വീഡിയോ മുക്കിയോ? കഷ്ടം. സ്പൈൻ ഇല്ല. അബ്സല്യൂട്ട്ലി സ്പൈൻ ഇല്ല. നട്ടല്ലെന്നുള്ള സാധനമില്ല. നട്ടല്ലും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നട്ടലൊക്കെ വെറും സാങ്കല്പിക സംഭവങ്ങളാണ്. നമ്മൾ പറയുമല്ലോ, മഴ മന്ദമാരുതൻ ഇളം തളിർ ചൂടി വരുമ്പോൾ എന്തേ സുഗന്ധമേ നീ എൻ്റെ മൂക്കിലേക്ക് കയറി എന്ന് ചോദിക്കുമ്പോൾ മൂക്കിലേക്ക് സുഗന്ധം മന്ദമാരുതൻ അടിച്ചു കയറ്റി. അതൊക്കെ വെറും സാങ്കല്പികമാണ്. ഇനി ആ പേളിയുടെ ആ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ വിസ്മയുടെ ആ നിലപാടും നമുക്ക് രണ്ടും കാണണം. ഓക്കെ. അതായത് ഒരു മനുഷ്യന് നമുക്ക് പല സാഹചര്യങ്ങളിൽ പല കാര്യങ്ങളോട് ഇഷ്ടമുണ്ടാവാം. അതിൽ തുറച്ചങ്ങ് നില്ലടേ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ എഴുതി തന്നെയാണ്. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. ഇതെന്റെ വേറൊരു മോഡലിൽ ഞാൻ എഴുതിയതാ. കേട്ടോ. സ്നേഹം നിറഞ്ഞ അളിയൻ. 3-4 ദിവസത്തിനകം ഞാൻ ജയിലിൽ നിന്നിറങ്ങും. നേരെ അങ്ങോട്ടായിരിക്കും വരിക. അല്ലാതെ ഞാൻ വേറെ അവിടെ പോനാ? ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. എന്താ ഇത് നീ എഴുതിയതല്ലെന്ന് പറയാനാണോ? അല്ല, ഉണ്ടോ ഒരു കണ്ടാൽ രണ്ടെണ്ണം പൂശണമെന്ന് പറഞ്ഞ് വന്നിട്ട് പേളി അവസാനം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ പേടിയുടെ സംഭവം നീ അടുത്ത് കണ്ടോ? ഇതാണ് ഈ പേടിയുടെ ഞാൻ മറ്റേ നെഗറ്റീവ് കമന്റ്സിന്റെ വീഡിയോ. I love criticisms. That's what makes me grow. എന്താ പേളി പറഞ്ഞേ? I love criticisms. That's what makes me grow. എനിക്ക് വിമർശനം വളരെ ഇഷ്ടമാണ്. അതാണ് എന്നെ വളർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ കേട്ടിട്ട് ബാക്കി കംപ്ലീറ്റ് കേട്ടോ. I love criticisms. That's what makes me grow. Do you read what people write below? Yeah, I'm somebody who likes all the comments. But does someone filter the bad ones or? Actually, there are no bad ones. Oh. Isn't that no? അയ്യോ, അവിടെ ഒന്നും ഒരിക്കലും ഒരു ബാഡ് കമന്റ്സ് പോലും ഇല്ല. ഈസ് ഇറ്റ് ദാറ്റ് നോർമൽ? അത് നോർമൽ അല്ലേ? അയ്യോ, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും എന്നെ ഇഷ്ടപ്പെടുന്നു. അയ്യോ, അത് ശരിയല്ലേ എന്ന് ചോദിക്കുന്നത് എന്തൊരു ആർട്ടിഫിഷ്യൽ ആടേ. എന്തൊരു Actually, there are no bad ones. Oh. Isn't that normal? അത് തന്നെ. ഇത് നിലപാട് പറഞ്ഞ പേളി. ഇനി അടുത്ത് നിലപാട് പറയുന്ന വിസ്മയം കൂടെ കാണാം. ഓക്കെ. രണ്ടും വന്നേക്കുന്ന കോണ്ടെക്സ്റ്റ് സെയിം ആണ്. വിസ്മയുടെ പടം കാണത്തില്ല എന്നും വിസ്മയക്ക് എന്തോ വലിയ പ്രശ്നമുണ്ടെന്നും വിസ്മയ കാണിക്കുന്നത് കണ്ടില്ലേ എങ്ങനെയെങ്കിലും. ആ കുട്ടിയുടെ ആദ്യത്തെ സിനിമയാണ് അത്. തായ്ലാൻഡിൽ എവിടെയൊക്കെ പോയിട്ട് പഠിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പ്രണവിനെ അറിയാം. നമുക്ക് വിസ്മയെ നമ്മളിപ്പോഴാണ് നേരിട്ട് കാണുന്നത്. ചാനലുകളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത് ഒരു സിനിമയുടെ ഭാഗമായിട്ട്. നെപ്പോ കിഡ് മറ്റത് മറിച്ച് നെപ്പോ കിഡാണെങ്കിലും ആരാണെങ്കിലും കഴിവില്ലാത്തവർ ഇൻഡസ്ട്രി നിൽക്കത്തില്ല. ഏത് നെപ്പോയാണെങ്കിലും. ഓക്കെ, കുറച്ച് നാളൊക്കെ സിനിമയൊക്കെ എടുത്ത് കൊടുക്കാം. അവരുടെ കോടികളൊക്കെ മുടക്കി. കഴിവെന്നുള്ള സാധനം ഇല്ലെങ്കിൽ ആരും നിലനിൽക്കത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. പോട്ടെ. ഇവിടെ നമ്മുടെ ഈ വിസ്മയ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് അപ്പിയർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരത്ത് ഭയങ്കര നെർവസ് ആയിരുന്നു. ആ ഒരു പാനിക് സിറ്റുവേഷൻ്റെ അകത്ത് നമ്മളാണെങ്കിലും ഒക്കെ അത് അങ്ങനെ കാണിക്കുന്ന ഒരു കാണിക്കുന്നതിനെ എന്തൊക്കെ തരത്തിൽ വളരെ ആ ബോഡി ലാംഗ്വേജിനെ ആ ബോഡി ഷെയ്മിങ് നടത്തുന്നു, മറ്റുള്ള സ്ലട്ട് ഷെയ്മിങ് നടത്തുന്നു. അതൊക്കെ ചില രാഷ്ട്രീയത്തിൻ്റെ സംഭവം കൂടെയാണ് പുള്ളിക്കാരത്ത് നിലപാട് പറഞ്ഞത്. ഈ നിലപാടെന്താ? ഇതാ കേട്ടോ. എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്, whatever, but and I know for myself, so if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ വേറെ കുറേ ആൾക്കാർ അത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ മേജർ രവിയൊക്കെ വന്നിരുന്നു പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നിരുന്നിട്ട് ആ കുട്ടി ജനിച്ച അന്ന് മുതൽ ഞാൻ കാണുന്നത് എന്തുവാണ് ഈ അന്ന് ജനിച്ചതിൻ്റെ അന്ന് ലേബർ റൂമിൻ്റെ അകത്ത് ഈ പുള്ളിക്കാരനെ കൊണ്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇതൊക്കെ പറയുന്നത് അങ്ങനെ പറ്റിയാണ്. അന്ന് മുതൽ എനിക്കറിയാം പുള്ളിക്കാരത്തേക്ക് ഒന്നും അറിയതിന് രാഷ്ട്രീയ ബോധമേ ഇല്ലാത്തൊരു കുട്ടിയാണെന്നൊക്കെ പറയാൻ അപമാനിച്ചു പബ്ലിക്കിന് മുമ്പിലിട്ട്. ആ കുട്ടി പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് ഇതാ പറയുന്നു. എനിക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം. വേറെ ആൾക്കാർ അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാറ്റർ അല്ല. മനസ്സിലാവുന്നുണ്ടോ? I'm feeling, oh, I don't have to say no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem and I can't do anything to fix that problem. And I don't have to. It's not on me to fix their problem. ഇതിനാണ് ഈ നട്ടലെന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ.
നമ്മൾ സാങ്കല്പികമായിട്ടുള്ള രീതി പറയാം. നട്ടലും മറ്റേ ഒരു ധൈര്യവും അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തീരുമാനം നിലപാടെടുക്കുന്നതിനൊന്നും ഒരു സംഭവമൊന്നുമില്ല. ആ നട്ടൽ ഒരാളെടുക്കുന്ന ആ ഒരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനത്തിന് തന്നെയാണ് ഈ നട്ടൽ എന്ന് പറയുന്നത്. നമ്മൾ വേറെ ആരൊക്കെയോ ചില ആൾക്കാർ കൊട്ടാരക്കാരെ എന്നൊക്കെ പോയിട്ട് അവിടെ ഇവിടെയൊക്കെ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോയ നട്ടലും കാണിച്ചു, മാറ്റി പറഞ്ഞു, അടുത്ത് പിഷാരടി പറഞ്ഞു, കുറച്ച് നാൾ കഴിയിട്ട് അത് ഉറച്ച് നിൽക്കുമെങ്കിൽ നോക്കാം, പിന്നെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത് മാറ്റി പറഞ്ഞു, അല്ലേ? നമ്മളതൊക്കെ കാണുന്നുണ്ട്. സോ ഇതൊക്കെ പറയാൻ ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. കാരണം അറിയാമോ, ഇവരൊക്കെ നമുക്ക് നേരിട്ടൊക്കെ അറിയുന്ന ആൾക്കാരാണ്. എന്നാലും ഈ കണ്ട പല സ്റ്റേറ്റ്മെൻറ്റുകളും കണ്ടപ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഓക്കെ, ബിഗ് ബോസിൻ്റെ അകത്തൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ശതമാനം പോലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പോട്ടെ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു വിഷയം തീരുന്നത്. അപ്പോൾ പേളി മാണി എന്ന് പറയുന്ന ഒരു മഹാ അതികായായിട്ട് നിന്ന പബ്ലിക്കിൻ്റെ മുമ്പിൽ ക്യൂട്ട്നെസ് മെഴുകിക്കൊണ്ടിരുന്ന വ്യക്തി, അവരുടെ നിലപാടില്ലായ്മ, ഞാനതാ പറഞ്ഞത്, ഈ പുള്ളിക്കാരത്തേക്ക് ഇത് കാരണം സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. ആര്? നമ്മുടെ വിസ്മയക്ക്. അതേപോലെ പേളി മാണി ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിരുന്നെങ്കിൽ, പേളി മാണിയുടെ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നെങ്കിൽ, അതുപോലെ തന്നെ അവർ രാഷ്ട്രീയം എന്ത് വായിക്കൊണ്ട് പോട്ടെ, ആ കുട്ടികളോട് നിങ്ങൾ അടി കിട്ടുന്നെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകും. ഇതുപോലെയൊക്കെ പലരും സമരം ചെയ്തൊക്കെ തന്നെയാണ് ഓരോന്ന് നേടിയെടുക്കുന്നത്. ഓക്കെ, ഇനി ഇത് പറയുമ്പോൾ തന്നെ പറയേണ്ട കാര്യമാണ്, PSCയുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആ PSCയുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴും സമരം ചെയ്യുന്നുണ്ട്. പല മണ്ണുവാരി തിന്നൽ സമരം അടക്കം മറ്റു പലതും ചെയ്യുന്നുണ്ട്. സീരിയസ്ലി ഞാനൊരു കാര്യം പറയാം, നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികളെ അവർക്ക് അർഹതപ്പെട്ടത് അല്ലാതെ ഫ്രീ ആയിട്ടൊന്നും കൊടുക്കണ്ട. ഇവിടെ പിൻവാതിലൂടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പിൻവാതിൽ നിയമനങ്ങളും മറ്റുള്ള പരിപാടികൾ നടത്തിയതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ രാഷ്ട്രീയത്തെ വിശ്വസിക്കുന്നെങ്കിലും ഒരിക്കലും അന്ധതയിൽ പിടിച്ച് നിൽക്കുന്ന ഒരാളൊന്നുമല്ല. തെറ്റ് ആര് ചെയ്താലും ഞാൻ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയം അവർ ചെയ്തതാണ് തെറ്റ് തന്നെയാണ്. ഞാനത് പറയും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ വീഡിയോസ് എൻ്റെ ചാനൽ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് PSC നിയമനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ജോലി ലഭിക്കേണ്ട ആ ഒരു സാഹചര്യത്തിന് തടഞ്ഞു വെച്ച് അവരെ വീണ്ടും ആ മാർക്ക് ഷീറ്റിൻ്റെ ഇത് നിലനിൽക്കുക അടുത്ത സംഭവം കൊണ്ടുവന്ന് അടുത്ത് വീണ്ടും പരീക്ഷ നടത്തിയിട്ട് പുതിയൊരു തസ്തിക സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവരെ ഇത് നഷ്ടപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഗവൺമെൻറ്റിന് കഴിയാത്തത് ഈ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷ നിന്ന ഉദ്യോഗാർത്ഥികളെ വീണ്ടും പറ്റിക്കുന്നതിന് തുല്യമാണ്. അവർക്ക് തൊഴിൽ നിഷേധിക്കാൻ പാടില്ല. നമ്മുടെ ഈ ദില്ലിയിൽ നടന്ന പ്രക്ഷോഭം പോലെ തന്നെ ഓരോന്നിനും ഓരോ കോസ് ഉണ്ട്. അതായത് നമ്മുടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് 10-20ഓളം വിദ്യാർത്ഥികൾ മരണപ്പെട്ടു. ആത്മഹത്യ ചെയ്തു. മരണപ്പെട്ടല്ല, ആത്മഹത്യ ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് ഈ പറഞ്ഞ കുട്ടികളെല്ലാം അവിടെ തടിച്ചുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്തൊക്കെയാണ് നടന്നത്, അല്ലേ? അവരെ തല്ലിച്ചതയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വന്നു. അവസാനം അതിൻ്റെ മിനിസ്റ്റർ രാജിവെക്കേണ്ടി വന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട സാഹചര്യം വന്നു. ഓക്കെ, അതിൻ്റെ കോസ് ഉണ്ട്. അപ്പോൾ അതേ വിഷയത്തിലാണ് വന്നിരുന്നിട്ട് പേളി മാണി പറയുന്നത്, നിങ്ങൾ ഇതൊക്കെ കൊണ്ട് വീട്ടിൽ പൊക്കോളൂ, അവർക്ക് ആ ഒരു വിഷയം തീർക്കണം, ആ മരണപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് അതിനുള്ള അവരുടെ ജീവനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ കിട്ടണം. ഇതൊക്കെ ആവശ്യങ്ങളാണ്. ഓരോ കാലത്ത് സമരങ്ങളിലൂടെ തന്നെയാണ് നേടിയെടുത്തത്. വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, മേൽമുണ്ട് സമരം, മറ്റത് മറിച്ചത്, പല കാര്യങ്ങളുണ്ട് ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. അന്നുള്ള ആൾക്കാർ അടികൊണ്ടിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇല്ലേ? അതൊക്കെ നടത്തി അതൊക്കെ ചെയ്ത് ഒക്കെയാണ് ഗാന്ധിജി ആണെങ്കിലും ഉപ്പ് സത്യാഗ്രഹവും മറ്റുള്ള പല കാര്യങ്ങളും 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന സ്ഥലം മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഝാൻസി റാണി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പോലും അവർ യുദ്ധം ചെയ്ത് യുദ്ധകളത്തിലുണ്ടായിരുന്നു. നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കേട്ടിട്ടുണ്ട്. ജനറൽ ഡയർ വെടിവെച്ച് കൊന്നതിനകത്ത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളടക്കം അവിടുത്തെ കിണറിനുള്ളിൽ വീണിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അവർക്കെല്ലാവർക്കും വീടുണ്ട്, കുടുംബമുണ്ട്, വീട്ടിൻ്റെ അകത്ത് പോയിരിക്കാം. അന്ന് പേളി മാണി ഉണ്ടായിരുന്നെങ്കിൽ പറയൂ, നിങ്ങളാരും ഈ ഇതിൽ നിന്നും പോകരുതേ, വീട്ടിൽ പോയിരിക്കും, എന്തിനാ ഇങ്ങനെ വെടികൊള്ളുന്നേ? അതായത് തൻ്റെ പ്രിവിലേജിൻ്റെ അണ്ടറിൽ തനിക്ക് സുഖലോലുപതയുടെ പാരമ്യത്തിൽ തനിക്ക് ഇഷ്ടംപോലെ സാമ്പത്തികവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, താൻ സേഫാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് ഇപ്പം PSCയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ പറയണം, നിങ്ങൾ വീട്ടിൽ പോയിരിക്കും, എന്തിനാ ഈ പോലീസിൻ്റെ ഒക്കെ അടി ചിലപ്പോൾ കിട്ടും, വീട്ടിൽ പോയിരിക്കും എന്ന് പറഞ്ഞാൽ അവർ സഹിക്കുമോ? അതുപോലെ തന്നെയാണ് 10-20 കുട്ടികൾ മരണപ്പെട്ടിട്ടുള്ള, ആത്മഹത്യ ചെയ്തിട്ടുള്ള ആ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഒരു ലക്ഷക്കണക്കിന് കുട്ടികൾ ഒരുമിച്ച് കൂടിയത്. അതിനും നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. എവിടെയാണോ അനീതി കാണുന്നത് അതിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന കൈകളെ, അയ്യോ നിങ്ങൾ കൈ ഉയർത്തരുത്, നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ, അടിയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്ന് മറ്റേ കൊണയടിക്കുന്ന സമയത്ത് ആൾക്കാർ തിരിച്ച് പ്രതികരിക്കും. ഓക്കെ, അല്ലെങ്കിൽ തനിക്കൊരു രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കാം. അത് തന്നെ രാഷ്ട്രീയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമാകുന്ന എഴുതിയിട്ട് അവരെയും വലിപ്പിച്ച് ഇവരെയും വലിപ്പിച്ചിട്ട് അവിടെ ഇല്ല ഇവിടെ ഇല്ല, അതൊക്കെ എന്ത് പരിപാടിയാണ്? അതുകൊണ്ട് വിസ്മയ്ക്ക് ആ നിലപാടുണ്ട്. അതങ്ങനെ തന്നെ പറയണം, പറഞ്ഞു തന്നെ പോകണം. തുടക്കം എല്ലാവരും പറഞ്ഞ് പാളിസായി പോകുന്നു, പക്ഷെ വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയല്ല, നല്ല സിനിമ എന്നാണ്. ഞാനും നാളെ കാണാം. കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് വേണമെങ്കിൽ അഭിപ്രായം പറയാം. കാരണം ഒരുപാട് റിവ്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ടാകും, നമ്മുടെ ഒന്നും ആവശ്യമില്ല. സോ ഗൈസ്,
നിങ്ങൾക്കാണെങ്കിലും ആ ഒരു പരിപാടി വേണം. അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങളുടെ ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, ഇപ്പോൾ അത് പറയുമ്പം ഇപ്പോൾ നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അവരുടെ രാഷ്ട്രീയം കൊണ്ടല്ല, ഒരിക്കലും അല്ല. എങ്കിൽ പിന്നെ എനിക്ക് ആ ദിവസങ്ങളിൽ തന്നെ വൈകാരികമായിട്ട് പ്രക്ഷുബ്ധമായിട്ട് വീഡിയോ ചെയ്തുകൂടെ? ഒരിക്കലും ഒന്നുമല്ല. ഞാനിപ്പോഴും സ്റ്റിൽ ഞാൻ പറയുന്നു, പേളിമാണി ഒരു നട്ടലില്ലാത്ത, ഒരു നിലപാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെ വിസ്മയുടെ നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നതുകൊണ്ടും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സ്വന്തം എക്സ്പ്ലനേഷൻ, ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കൊടുത്ത എക്സ്പ്ലനേഷൻ വരെ മുഖ്യ പേളിമാണിക്ക് എന്തോന്ന് നിലപാടേ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇപ്പോഴത്തെ അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.